കോട്ടയം നഗരസഭയിലെ അഴിമതി വിഷയം സഭയിൽ തുറന്നടിക്കുകയാണ് MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപ കാണുന്നില്ല എന്ന് അദ്ദേഹം സഭയിൽ ശക്തമായി തന്നെ ആരോപിച്ചു. മുനിസിപ്പൽ ഡയറക്ടറേറ്റ് വിജിലൻസ് വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വൻ തട്ടിപ്പ് നടന്നതായി സഭയിൽ പ്രതിപക്ഷത്തെ സാക്ഷിയാക്കി ആരോപിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പാലിറ്റിയുടെ കൈവശമുള്ള 7 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം തട്ടിയെടുത്തതായിട്ട് മുനിസിപ്പൽ ഡയറക്ടറേറ്റ് വിജിലൻസ് കണ്ടെത്തുകയായിരുന്നു. 211 കോടി രൂപ ചെക്കുകൾ നൽകിയതായ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും മുഴുവൻ തുകയും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല താനും. ഈ ഒരൊറ്റ വിഷയം കൊണ്ട് ഭരണപക്ഷത്തിന്റെ മേൽ കുതിര കയറാമെന്ന് മനക്കോട്ട കെട്ടിയ പ്രതിപക്ഷത്തിനെതിരെ താണ്ഡവമാടുകയായിരുന്നു MLA. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. ഞെട്ടിപ്പിക്കുന്നതും വളരെ വലിയ തോതിലുമുള്ളതായ ഒരു ക്രമക്കേടും അഴിമതിയും ചൂണ്ടിക്കാണിക്കുന്നതിനും അന്വേഷണം ആവശ്യപ്പെടുന്നതിനുമാണ് സാർ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. കാലങ്ങളായി UDF ഭരിക്കുന്ന ആ നഗരസഭയിൽ ഇക്കഴിഞ്ഞ നാളുകളിൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 7 അക്കൗണ്ടുകളിലായി 211 കോടി രൂപ കാണാനില്ല എന്നുള്ള വളരെ വലിയ തോതിലുള്ള ഒരു അഴിമതിയുടെ ചിത്രമാണ് സാർ. ഇവിടെ നഗരസഭയിലേക്ക് ലഭിക്കുന്ന ചെക്കുകളും ഡ്രാഫ്റ്റുകളും നഗരസഭയുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നില്ല, മറ്റെവിടേക്കോ ആ പണം പോകുന്നു എന്നുള്ളത് ആണ് സാർ ഇവിടെ കാണേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. അതുപോലെ തന്നെ ചെക്കുകളും ഡ്രാഫ്റ്റുകളും ലഭിച്ചതായി രേഖപ്പെടുത്തേണ്ട രജിസ്റ്റർ അവിടെ കാണുന്നില്ല. അത് നശിപ്പിക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ. ഇങ്ങനെ അഴിമതിയിൽ വലിയ തോതിൽ അവിടെ വ്യാപകമായ കാര്യങ്ങൾ നടക്കുമ്പോൾ പദ്ധതി നടത്തിപ്പിൽ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയുള്ള ഒരു നഗരസഭയായി UDFന്റെ നേതൃത്വത്തിൽ കോട്ടയം നഗരസഭ മാറിയിട്ടുണ്ട് സാർ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 50% താഴെയാണ് പദ്ധതി നടത്തിപ്പ് ചിലവഴിക്കപ്പെട്ട തുക. ഈ വർഷം പദ്ധതി പൂർത്തീകരണത്തിന് കേവലം 1.5 മാസം അവശേഷിക്കുമ്പോൾ 14-15% മാത്രമാണ് ഈ വർഷം പദ്ധതി തുക ചിലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നടത്തിയ പദ്ധതികൾ പോലും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാക്കന്മാരായ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള സപ്തതി സ്മാരക മന്ദിരം, അതുപോലെ തന്നെ K കരുണാകരന്റെ പേരിലുള്ള വയോജന വിശ്രമ കേന്ദ്രം, വനിതാ വിശ്രമ കേന്ദ്രങ്ങൾ, ഇതൊക്കെ നിർമ്മാണം നടത്തിയെങ്കിലും അതൊന്നും തുറന്നു കൊടുക്കാനോ പ്രവർത്തിപ്പിക്കാനോ ഓഡിറ്റ് ഒബ്ജക്ഷൻ മൂലം കഴിയാത്തൊരു സ്ഥിതി. ഏറ്റവും രസകരമായ കാര്യം, അവിടെ ഒറ്റയ്ക്ക് UDFന് ഭൂരിപക്ഷമില്ല. BJPയുടെ പരോക്ഷമായ സഹായത്തിലും എല്ലാ പിന്തുണയോടും കൂടിയാണ് അവിടെ UDF ഭരണം ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ആ ഭരണസമിതിക്കുള്ളിൽ മാത്രമല്ല അഴിമതിയുടെ ശൃംഖലകൾ നിൽക്കുന്നത് എന്നുള്ളതാണ് സാർ കാണേണ്ട ഒരു വലിയ കാര്യം. കോട്ടയത്തെ UDFന്റെ രാഷ്ട്രീയ നേതൃത്വം കൂടി സമാധാനം പറയേണ്ടതും അവർ മൂടിവെക്കാൻ വെമ്പൽ കാണിക്കുന്നതുമായ ഒരു വലിയ അഴിമതി സംസ്ഥാനത്തെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഈ അഴിമതിക്കെതിരെ അതിശക്തമായ അന്വേഷണം, ഒരു പ്രത്യേക വിജിലൻസ് ടീം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, അതുപോലെ മോഷണം എന്നുള്ള നിലയിൽ അവസാനിപ്പിക്കുകയാണ്. ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുകയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കുകൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളതും ആവശ്യപ്പെട്ട് ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ് സാർ.